സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് തീരുമാനങ്ങളിലേക്ക് എത്തിയോ? എന്നത്തേക്കായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക? അധികം താമസിയാതെ പ്രഖ്യാപനം ഉണ്ടാകും. അതിൻ്റെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ക്രീനിങ് കമ്മിറ്റി ഒരു പ്രാവശ്യം മീറ്റിംഗ് കൂടി. ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രപ്പോസലുകൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക വരും. ഘടകകക്ഷികളുമായുള്ള ചർച്ചകളും അതൊക്കെ 1-2 ദിവസങ്ങൾ തീരും, അത്രയേ ഉള്ളൂ. ഇത്തരത്തിലൊരു പ്രതീക്ഷകൾ എങ്ങനെയാണ്? എത്രത്തിൽ പ്രതീക്ഷ വൻ ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. അത് പ്രതീക്ഷ മാത്രമല്ല, അത് യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ 100-ലധികം സീറ്റുകൾ വാങ്ങി UDF ജയിക്കേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ്. അതിൻ്റെ ഒരു തത്രപ്പാടാണ് മറ്റേ പക്ഷത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, അത്തരം കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. വിജയത്തിന്റെ മാറ്റുകൂട്ടാനാണ് രാഹുലിന്റെ വരവും? അല്ല, രാഹുൽജി സ്വാഭാവികമായിട്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അദ്ദേഹത്തെ കേരളത്തോട് താല്പര്യമുള്ള ആളെന്ന് ചില പരിപാടികൾ ഉണ്ടായിരുന്നു, പെൻഡിങ് പരിപാടികൾ. ആ പരിപാടികളും പിന്നെ ഇലക്ഷൻ പ്രചരണത്തിൽ എന്തായാലും രാഹുൽ ഗാന്ധി ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. ഇന്ന് പുതിയ യാത്ര ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയെ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് നന്നായിട്ട്. കാരണം ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരത്തെ പൂർണ്ണമായിട്ടും സ്വരൂപിക്കാനും ഒക്കെ തന്നെയുള്ള ഒരു ഉപാധിയായിട്ട് യാത്ര മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും വലിയ ആവേശമായിരുന്നു യാത്രയ്ക്ക്. ഞാൻ പറഞ്ഞു MP അത് ആ തീരുമാനമൊക്കെ പിന്നീട് എടുക്കേണ്ടതാണ്. പൂർണ്ണമായിട്ടും വിജയസാധ്യത തന്നെയായിരിക്കും മാനദണ്ഡം. ഈ CPM-ലെ മുതിർന്ന നേതാക്കളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള പട്ടികയാണ് അവരിപ്പോൾ പലയിടങ്ങളിലും പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് അവർക്കിടയിലുള്ള പല പ്രമുഖരായിട്ടുള്ള നേതാക്കളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം. അതെന്തായിരിക്കും അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്നായിരിക്കും? അല്ല, അവരുടെ സ്ട്രാറ്റജി അവരാണ് തീരുമാനിക്കേണ്ടത്. മുതിർന്ന നേതാക്കളെ ഒഴിവാക്കുന്നവർ അവരുടെ പട്ടിക വന്നാൽ അതിനകത്ത് ഒഫീഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ തന്നെ പറ്റുള്ളൂ. പക്ഷേ CPM-നകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ആ പാർട്ടിക്കകത്ത് ഇപ്പം സാധാരണ പ്രവർത്തകൻ്റെയോ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെയോ വികാരമൊന്നും ഉൾക്കൊള്ളുന്ന രീതിയല്ല ഇപ്പോൾ ഉള്ളതെന്ന് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എല്ലാവരുടെയും സുധാകരൻ്റെയൊക്കെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടാൽ മനസ്സിലാവുന്നത്. അദ്ദേഹത്തോട് സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതായിട്ടൊന്നുമില്ല. അങ്ങനെ സുധാകരൻ മാത്രമല്ല, കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അണികൾ ഈ സർക്കാരിൽ അമർഷം ഉള്ളവരാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ അമർഷം വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതെ, തീർച്ചയായിട്ടും പറഞ്ഞു വെക്കുന്നു. അങ്ങനെ പറയുന്ന ആളല്ലായിരുന്നു അദ്ദേഹം. അദ്ദേഹം അടിയുറച്ചൊരു കമ്മ്യൂണിസ്റ്റാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അദ്ദേഹത്തിന് പോലും മനോവിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം തുറന്നു പറയേണ്ടി വന്നു. ആ സാഹചര്യം തന്നെ ആ പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തെളിവാണ്. ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. സുധാകരൻ ഇപ്പോഴും CPM-ൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. PK ശശി പോലുള്ളവരെയൊക്കെ വരികയും അവരെ ഇത്തരം സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് അല്ല, അത്തരം കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ലല്ലോ. തീരുമാനമാകാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്? അല്ല, അതിനകത്ത് ഒരു സ്ഥാനാർത്ഥിയും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കുന്നതിന് മുമ്പ് ഇത്തരം വികാര പ്രകടനങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നമ്മുടെ പാർട്ടി നേതാക്കന്മാരോട് പറഞ്ഞു. ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF ജയിക്കാൻ വേണ്ടിയുള്ള ഇലക്ഷനാണ്. അതുകൊണ്ട് ജനമാണെങ്കിലോ UDF-നെ വിജയിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ സ്പിരിറ്റ് കളയുന്ന ഒരു സമീപനവും ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലതാണ്. സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, എല്ലാ തലങ്ങളിലും ചർച്ച നടത്തുന്നുണ്ട്. എല്ലാവരുമായിട്ടും ചർച്ച നടത്തിയിട്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയം വരിക. കാത്തിരിക്കുക അതുവരെ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മുന്നോട്ട് വരാനെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും അതിനൊരു കുറവുമില്ല. നേതാക്കന്മാർ അങ്ങനെ ആരും പ്രഖ്യാപിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. സ്വയം പ്രഖ്യാപിച്ച അവർ സ്വയം പ്രഖ്യാപിക്കുകയാണ്. അതൊന്നുമില്ല. ദിവസങ്ങൾക്കുള്ളിൽ പട്ടിക ഉണ്ടാവും. ഉണ്ടാവും.